പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വന്ധ്യതയുടെ കാരണം കണ്ടുപിടിക്കാനായിട്ടുള്ള സർജറികൾ, വന്ധ്യതയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള സർജറികളും നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ പറ്റും. എന്താണ് കീഹോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി? നമ്മൾ സർജറികൾ ചെയ്യുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നമ്മൾ വയറ് തുറന്നിട്ട് വലിയ ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയ മുറിവ് വെച്ചിട്ട് ചെയ്യുന്ന ഓപ്പൺ സർജറികൾ. രണ്ട്, നമ്മൾ കീഹോൾ സർജറി എന്ന് പറയും, അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2-3 ചെറിയ മുറിവുകൾ, അതായത് 1 സെൻറ്റിമീറ്റർ മുതൽ 1/2 സെൻറ്റിമീറ്റർ വരെയുള്ള 2-3 മുറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ കീഹോൾ സർജറി ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വയറിനകത്തോട്ട് ഒരു ചെറിയൊരു ലാപ്രോസ്കോപ്പ് ഇൻസ്ട്രുമെന്റ് കടത്തിയിട്ട് വയറിലെ അവയവങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ പ്രിസൈസ് ആയിട്ടും വിഷ്വലൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉപകരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, നമുക്ക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ സർജറി ചെയ്യുന്ന അവയവങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ടും വളരെ പ്രിസൈസ് ആയിട്ടും ഒരു 15 മുതൽ 20 മടങ്ങ് വരെ വലിപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് സർജറികൾ വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് കീഹോൾ സർജറി വഴി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഗൈനക്കോളജിയിൽ ഏതൊക്കെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറികൾ ചെയ്യുന്നത്? ഗൈനക്കോളജിയിൽ നമുക്ക് ഒട്ടുമിക്ക സർജറികളും ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും. നമ്മൾ പ്രധാനമായിട്ട് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന സർജറികൾ എന്ന് പറയുന്നത്, ഒന്ന് യൂട്രസ് റിമൂവൽ അല്ലെങ്കിൽ ഹിസ്റ്റക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. 2, യൂട്രസിൽ വരുന്ന മുഴകളാണ്, അതായത് ഫൈബ്രോയിഡുകൾ. അത് നമുക്ക് മയോമെക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ, അത് നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഓവറിയിൽ വരുന്ന, അതായത് അണ്ഡാശയത്തിൽ വരുന്ന മുഴകളാണ്. അണ്ഡാശയത്തിൽ വരുന്ന എല്ലാ മുഴകളും നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്ന എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിന് കീഹോൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വന്ധ്യതയുടെ കാരണം കണ്ടുപിടിക്കാനായിട്ടുള്ള സർജറികൾ, വന്ധ്യതയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള സർജറികളും നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും ട്യൂബൽ സർജറീസും ഇങ്ങനെയുള്ളതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഗൈനക്കോളജിയിൽ നമ്മൾ കീഹോൾ സർജറി വഴി ചെയ്യുന്നത്. എന്താണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഗുണങ്ങളുള്ളത്? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഗുണങ്ങളെന്ന് വെച്ചാൽ വയറിൽ വലിയ മുറിവ് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഓപ്പറേഷൻ, നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെയുള്ള മുറിവ് നമുക്ക് വയറിൽ ഉണ്ടാവും. അതേസമയം കീഹോൾ സർജറി ചെയ്യുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്ററിലുള്ള ഒരു 3-4 മുറിവേ വരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് പോസ്റ്റ് ഓപ്പ് റിക്കവറി, നമ്മൾ സർജറിക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് റിക്കവറി ആകാനായിട്ട് സാധിക്കും. വലിയ റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഴയതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സർജറി സമയത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ലോസ് വളരെ കുറവായിരിക്കും. പിന്നെ വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വയറിൽ വലിയ പാടുകളോ അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ല. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും കീഹോൾ സർജറി കൊണ്ട് നമുക്ക് രോഗിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്.